രാവിലെ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ചൂടുമാണ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയ തണുപ്പും അകത്ത് കയറിയ നല്ല ചൂടുമാണ് കേട്ടോ. മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ അവിടെ ഞാൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് അരച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദോശ ഇഡലിയൊക്കെയാണ് കേട്ടോ. ചപ്പാത്തിന്നൊന്നും ഞാൻ വിട്ടു പിടിച്ചിട്ടുണ്ട്. കുഞ്ഞൂസ് പറഞ്ഞാലും ഇപ്പം ഞാൻ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഏട്ടന് മാത്രമേ കാപ്പിയുള്ളൂ. ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാപ്പി കൂടിയൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡയറ്റൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ, പറ്റുന്ന പോലെയൊക്കെ. പിന്നെ നിങ്ങളും കുറച്ച് പേര് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജി രാവിലെ ചൂടുവെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമൊക്കെ എൻ്റെ ശരീരത്തിൽ എനിക്കിപ്പോൾ അറിയുന്നുണ്ട് കേട്ടോ. ഷുഗർ കട്ടൊക്കെ ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി, പിന്നെ പടിയിൽ എപ്പോഴും വെള്ളമായിരിക്കും, അതൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ രാവിലെ തിരക്കിട്ട് പണിയെടുക്കുന്നത് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ കുഞ്ഞൂസിൻ്റെ കൂടെ തന്നെ ഞാനും ഒരുങ്ങുകയാണ്. കുഞ്ഞൂസിന് വേഗം കുപ്പിയിൽ വെള്ളമാക്കി പാത്രമൊക്കെ എടുത്ത് വെച്ച് കുഞ്ഞൂസിനെയും വേഗം ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ സർവീസിന് പോവുകയാണ്. അപ്പോൾ വണ്ടി സർവീസിന് പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അമ്മ ഇവിടെ ഇല്ല, അമ്മ തിരുനെല്ലി അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഏട്ടൻ്റെ കൂടെ വെറുതെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കഫ്താനാണ് കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഏട്ടൻ ഞാൻ ഇതിട്ട് കാണുമ്പോൾ വെള്ളാട്ട് പോക്കർന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ കുഞ്ഞൂസിന് വണ്ടി കയറ്റി വിട്ടിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ കുഞ്ഞൂസിന് വരണം എന്നൊക്കെ ഉണ്ട്, പിന്നെ പറ്റാത്തതുകൊണ്ട് നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മുരളിയേട്ടൻ്റെ കട. അപ്പോൾ ഇവിടെയാണ് കുഞ്ഞൂസിൻ്റെ വണ്ടി വരിക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങൾ മുരളിയേട്ടൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ട് അടുത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ വല്ലപ്പോഴാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവിടാനും കൂട്ടാനൊക്കെ വരിക. ഏട്ടനാണ് മിക്ക ദിവസവും വരിക. പിന്നെ മുരളിയേട്ടൻ്റെ കടേൻ്റെ അപ്പുറത്ത് മുരളിയേട്ടൻ ഇങ്ങനെ മുളയൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിക്കാമെന്ന്. നല്ല ഡ്രസ്സാണ് കേട്ടോ. കഫ്താൻ അടിപൊളിയാണ്. ഈ കളറാണ് കേട്ടോ എടുത്ത് പറയേണ്ടത്. നമുക്ക് അടിയിൽ പാൻറ് ഇടാം. ഞാൻ പാൻറ് ഇട്ടിട്ടില്ല, ഷോർട്സ് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാനിത് മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞൂസിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞൂസിനെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബത്തേരിക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഒക്കെ ദൂരം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മടുപ്പാണ് കേട്ടോ. നമ്മുടെ പണികളായിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മടുപ്പാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ജോലി ഇങ്ങനെ ആയതുകൊണ്ട് ആൾക്കാരെ കാണലൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ വല്ലപ്പോഴും പുറത്തൊക്കെ പോകുന്നത്, ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ റോയൽ എൻഫീൽഡിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി സർവീസിന് കയറ്റിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ ആകെ പോസ്റ്റായിരുന്നു, ആകെ ചടച്ച പോലെ ആയി പോയി കേട്ടോ. അവിടെ ഒരുപാട് വണ്ടികൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ അതൊക്കെ ഇൻട്രസ്റ്റോടെ നോക്കുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയതായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി സർവീസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. ഒരു 11:30 ആയിട്ടുള്ളൂ. രാവിലെ ഞാൻ ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഒരു ദോശയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല വിശപ്പെട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് വേലാണ് കേട്ടോ കയറിയത്. മീനങ്ങാടി വഴി വരുമ്പോൾ ഫുഡ് വേലാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടുന്ന് സർവീസിന് വരുന്ന സമയത്ത് ഇവിടുന്നാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ പൊറോട്ടയൊക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ വാരി വലിച്ചൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഒരു പൊറോട്ടയും കുറച്ച് ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ആദ്യമൊക്കെയാണ് ഞാൻ ഒരു കൺട്രോളില്ലാതെ കഴിക്കുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ കൺട്രോളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഐസ്ക്രീം കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ എൻ്റെ ഷുഗർ കട്ടൊക്കെ ഞാനങ്ങ് മറന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് ഈ ഒരു ഐസ്ക്രീം വേണ്ട, എൻ്റെ കൺട്രോൾ പോവും. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചത് ഞങ്ങളുടെ മാമൻ്റെ മോനാണ് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.